ബോബി ചെമ്മണ്ണൂരിനെ എറണാകുളം സെൻട്രൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്നലെ രാവിലെ അദ്ദേഹത്തിന് വയനാട് അദ്ദേഹത്തിൻ്റെ എസ്റ്റേറ്റിലെ അവിടെ നിന്നാണ് സെൻട്രൽ പോലീസ് പൊക്കിയത്. അവിടെ വയനാട് SP-യും അവിടുത്തെ പോലീസ് സ്റ്റേഷനിലെ ആൾക്കാരും അതുപോലെ ഇവിടെ നിന്ന് പോയ ആൾക്കാർ, ഡാൻസ് ഓഫ് ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിൻ്റെ ബോഷെ 1000 ഏക്കർ എന്ന എസ്റ്റേറ്റ് വളഞ്ഞു. ആ എസ്റ്റേറ്റിൽ നിന്ന് അദ്ദേഹം ബാംഗ്ലൂർ പോയി മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചിട്ട് ബാംഗ്ലൂർ പോകാനായിരുന്നു തീരുമാനമെന്നായിരുന്നു കിട്ടുന്നില്ല ഇപ്പം വിവരം. എന്തായാലും അദ്ദേഹത്തിന് അവിടുന്ന് ഇന്നലെ വൈകിട്ടത്തോട് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു, ചോദ്യം ചെയ്തു. അപ്പോൾ തന്നെ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ പരിശോധന നടത്തി. രാത്രി അദ്ദേഹത്തിനെ ചോദ്യം ചെയ്തു. 7:30 അദ്ദേഹത്തിനെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇന്ന് രാവിലെ 5:15 അദ്ദേഹത്തിനെ വീണ്ടും മെഡിക്കൽ പരിശോധന നടത്തി. രാവിലെ 11-12 ഇടയ്ക്ക് കോടതി കൊണ്ടിരുന്നു എന്നാണ് കരുതുന്നത്. അദ്ദേഹത്തിനെതിരായിട്ട് എടുത്തിരിക്കുന്ന FIR-ൽ 75 BNS സെക്ഷൻ പ്രകാരവും അതുപോലെ IT ആക്ട് 67 പ്രകാരവുമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിനെ ചോദ്യം ചെയ്ത ശേഷം കൂടുതൽ ഒഫൻസുകൾ വെളിവാകുന്നെങ്കിൽ അതുകൂടെ ചേർക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. BNS 3 വർഷത്തെ ശിക്ഷയാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും IT ആക്ട് 67-നകത്ത് 5 വർഷം മുതൽ 7 വർഷം വരെയുള്ള ശിക്ഷ ലഭിക്കാം. ഏതായാലും ഇപ്പം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 2-ലാണ് ഹാജരാക്കുന്നതെന്ന് മനസ്സിലാവുന്നു. ഏതായാലും അണി റോസ് കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്തെങ്കിലും ഉടൻ തന്നെ അവരുടെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ്, അതിനുശേഷം 164 മൊഴി കോടതിയിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനകത്ത് അദ്ദേഹത്തിൻ്റെ വക്കീൽ രംഗത്ത് വന്നിട്ടുണ്ട്. അഡ്വക്കേറ്റ് രാമൻപിള്ള അസോസിയേറ്റ്സ് ആണ് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് കോടതിയിൽ ഹാജരാകുന്നത്. ദിലീപ് കേസിനകത്തും രാമൻപിള്ള അഡ്വക്കേറ്റ് തന്നെയായിരുന്നു വക്കീൽ. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കേസിലും അഡ്വക്കേറ്റ് രാമൻപിള്ള അസോസിയേറ്റ്സ് തന്നെ രംഗത്ത് വന്നിരിക്കുന്നു. ഏതായാലും പോലീസ് കസ്റ്റഡി ചോദിക്കാനാണ് സാധ്യത. 2-3 ദിവസം കസ്റ്റഡി ചോദിക്കും. ഇനി അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ ഒരെണ്ണം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള 1-2 മൊബൈൽ ഫോൺ കാണാം, അതെടുക്കാം. ലാപ്ടോപ്പുകളൊന്നും കസ്റ്റഡി എടുത്തിട്ടില്ല. അത് ഇദ്ദേഹത്തിനെ കസ്റ്റഡി വാങ്ങിയ ശേഷം ആയിരിക്കും പോലീസ് കണ്ടെടുക്കുന്നത്. അതുപോലെ ഈ IT ആക്ട് 67 അനുസരിച്ച് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടാനുള്ള സാധ്യത 7 വർഷം വരെ അവിടെ കൊടുക്കാം. അദ്ദേഹത്തിൻ്റെ ആ ലാപ്ടോപ്പിലും അല്ലെന്നുണ്ടെങ്കിൽ ആ യൂട്യൂബിലോ അതുപോലെയുള്ള അദ്ദേഹം ഉദ്ഘാടന സമയത്ത് എടുത്തിരിക്കുന്ന ആ ഒരു വീഡിയോയിലൊക്കെ അദ്ദേഹം ആദ്യം പറഞ്ഞതിന് ശേഷവും ഇതിന് പ്രതികരിച്ചതിന് ശേഷവും രണ്ടാമതും അത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 10 വർഷം വരെ IT ആക്ടിനകത്ത് സെക്കൻഡ് ഒഫൻസായിട്ട് കണക്കാക്കും. പോലീസ് എങ്ങനെയാണ് കണക്കാക്കുന്നതെന്ന് അറിയത്തില്ല. ഇതിനകത്തൊരു സെക്കൻഡ് ഒഫൻസ് ഉണ്ടെങ്കിൽ 10 വർഷം വരെ തടവ് ശിക്ഷയാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന് ഈ ലോവർ കോടതിയിൽ നിന്നുള്ള ജാമ്യം ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. അദ്ദേഹത്തിന് റിമാൻഡ് ചെയ്യും. അത് ഇനി ഹൈക്കോടതിയിൽ തന്നെയായിരിക്കണം ജാമ്യം ലഭിക്കാൻ സാധ്യത. എങ്കിലും ഇതിനെ സംബന്ധിക്കുന്ന ചില വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ചില പദപ്രയോഗങ്ങൾ, കുന്തിദേവി എന്നുള്ള പദപ്രയോഗമാണ് ഇപ്പം സജീവമായി വന്നിരിക്കുന്നത്. ആഭാസകരമായ ചില നീക്കങ്ങൾ, സംസാരങ്ങൾ, ദ്വയാർത്ഥ പ്രയോഗങ്ങൾ, സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിൽ, മാതൃത്വത്തെ അവമാനിക്കുന്ന രീതിയിലൊക്കെ അദ്ദേഹം സംസാരിക്കുന്നു. അതൊക്കെ തമാശന് വേണ്ടിയിട്ടാണ്, കളിക്ക് വേണ്ടിയിട്ടാണ് എന്നൊക്കെ അദ്ദേഹം പറയുമെങ്കിലും അത് പോലീസിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ കോടതിയുടെ മുമ്പിൽ അത് ഒഫൻസീവാണ്. അദ്ദേഹത്തിന് രസമുണ്ടാവാം ആ കാര്യത്തിൽ. നല്ല സാമ്പത്തികമുള്ള ആളാണ് അദ്ദേഹം. പല സ്ഥലങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഈ ജൂവലറി ഉദ്ഘാടനം ചെയ്ത 2-3 സ്ഥലങ്ങളിൽ അണി റോസ് ആയിരുന്നു. ആ സമയത്ത് എടുത്ത ചില ഓഡിയോ വീഡിയോകളൊക്കെ ചാനലിൽ യൂട്യൂബിലൊക്കെ നമ്മൾ കണ്ടു. പല യൂട്യൂബേഴ്സും അത് റിപ്പീറ്റ് ചെയ്ത് ഇടുന്നുണ്ട്. എന്തായാലും അണി റോസ് ധൈര്യസമേതം മുന്നോട്ട് വന്ന് തനിക്കെതിരായി കഴിഞ്ഞ 2 വർഷമായിട്ട് ഇതുപോലെ യൂട്യൂബുകളിലും ചാനലുകളിലും പ്രൈവറ്റ് ചാനലുകളുമൊക്കെ അവരെ അധിക്ഷേപിച്ച് സംസാരിച്ച അതിനെതിരായി
അവർ വളരെയധികം മാനസികമായി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. ഇപ്പം ധൈര്യസമേതം അവർ രംഗത്ത് വന്നിരിക്കുന്നു. അവർ കേസ് എടുക്കുന്നതിന് മുമ്പ് അവർ എറണാകുളം കമ്മീഷണറെ കണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ DGP മനോജ് അബ്രാഹത്തിനെ കണ്ടിരിക്കുന്നു. മുഖ്യമന്ത്രിയെ നേരിട്ട് ഓഫീസിൽ വിളിച്ച് സംസാരിച്ചിരിക്കുന്നു. കാരണം അവരെല്ലാവരും ഇവർക്ക് തീർച്ചയായിട്ടും ധാർമ്മികമായി പിന്തുണ കൊടുത്തു. കേസുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഹെൽപ്പുകളും ചെയ്തു കൊടുത്തു. അങ്ങനെ എറണാകുളത്തെ കേസ് രജിസ്റ്റർ ചെയ്തു. ഇതിനകത്ത് താൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത്, അങ്ങനെ ദ്വയാർത്ഥത്തിലല്ല എന്നൊക്കെ പറയുമെങ്കിലും അവർക്കത് വേദന ഉളവാക്കിയെങ്കിൽ താൻ അവരോട് ക്ഷമ ചോദിക്കാമെന്നൊക്കെ ബോച്ചെ പറയുന്നത് കേട്ടു. എങ്കിലും ഇവരുടെ ഈ നീക്കത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് അമ്മ രംഗത്ത് വന്നിട്ടുണ്ട്. സിനിമ നടന്മാരുടെ സംഘടനയായ അമ്മ ശക്തമായി ഇവരുടെ പിന്തുണയ്ക്ക് വന്നിട്ടുണ്ട്. അതുപോലെ WCCയും അവരും ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. സിനിമയിലെ ടെക്നീഷ്യൻ്റെ സംഘടനകളൊക്കെ ആയ ഫെഫ്കായും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നതായിട്ടാണ് മനസ്സിലാകുന്നത്. ഏതായാലും സിനിമാ രംഗത്തുള്ള അസോസിയേഷനെല്ലാം അണി റോസിന് പിന്തുണയായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സംഭവത്തോടു കൂടി പ്രതികരണം നടത്തിയ, മോശമായി പ്രതികരിച്ച ഏകദേശം 10 യൂട്യൂബേഴ്സിനും എതിരായിട്ട് നടപടിയിലേക്ക് വരുന്നു. അതോടൊപ്പം തന്നെ ഇവരുടെ ഫേസ്ബുക്ക് പേജിലും ഇവർക്കെതിരായ യൂട്യൂബിലുമൊക്കെ മോശം കമൻ്റ് ഇട്ട ഏകദേശം 30 പേരുണ്ട്. ഇപ്പോൾ തൽക്കാലം അത്രയാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ആ 30 പേരിൽ 20 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഷാജി എന്നുള്ള 60 വയസ്സുകാരനെ ഇപ്പം സെൻട്രൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 20 പേരെ അറസ്റ്റ് ഉടനെ ഉണ്ടാകുമെന്ന് കരുതുന്നു. ഏതായാലും ഹണി റോസ് ഇത്ര ധൈര്യസമയത്ത് രംഗത്ത് വന്നത് നന്നായി. കാരണം കുറേ നാളുകളായിട്ട് നമ്മൾ കാണുന്നുണ്ട് സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും അതുപോലെ ഫേസ്ബുക്കിലും വാട്സാപ്പിലൊക്കെ ബാഡ് കമൻ്റ് ഇട്ട് സ്ത്രീകളെ അവമാനിക്കുന്നത്, പെൺകുട്ടികളെ അവമാനിക്കുന്നത്, അതൊക്കെ മാനസിക വൈകല്യം ഉള്ളവർ തന്നെയാണ് അത് ചെയ്യുന്നത്. അങ്ങനെയുള്ള ആളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കുക. നിങ്ങൾ സഭ്യമായ ഭാഷയിൽ മാത്രമേ നിങ്ങൾ പ്രതികരിക്കാവൂ. മ്ലേച്ഛമായ ഭാഷയിൽ പ്രതികരിച്ചാൽ നടപടി ഉണ്ടാവും. 3 വർഷം അകത്ത് കിടക്കേണ്ടി വരും. കേസുമായിട്ട് സ്ഥിരം നടക്കേണ്ടിയും വരും. അതുപോലെ തന്നെ CPMൻ്റെ നേതാവായിരുന്ന മന്ത്രിയായിരുന്ന G. സുധാകരൻ ഇപ്പം പ്രതികരിച്ചിട്ടുണ്ട്. ഇയാളെയൊക്കെ നേരത്തെ കൈകാര്യം ചെയ്യേണ്ടതായിരുന്നു. ഇതുപോലെയുള്ള വ്യക്തികളെ സമൂഹത്തിൽ പലരും പ്രോത്സാഹിപ്പിക്കുകയാണ്. അത് നമുക്ക് നല്ലതായ ഒരു നടപടിയല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇത് ഇങ്ങനെയുള്ളവരെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് ഓപ്പണായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. അതുതന്നെയല്ല, രാഹുൽ ഈശ്വറിനെ എതിരായി ഇപ്പം അവർ പ്രതികരിച്ചിരിക്കുന്നു. രാഹുൽ ഈശ്വർ സ്ത്രീകളെ അപകീർത്തിപ്പെടുത്തിയ ചർച്ചകളിൽ ആ ചർച്ച നിർവീര്യമാക്കാനുള്ള ശ്രമങ്ങളാണ് ഇത്രയും നാളും നടത്തിയതെന്ന് ബോൾഡായിട്ട് അണി റോസ് പ്രതികരിച്ചിട്ടുണ്ട്. അതെന്തായാലും രാഹുൽ ഈശ്വർ സൂക്ഷിക്കുക. നിങ്ങളുടെ പല പ്രതികരണങ്ങളും സ്ത്രീകൾക്കെതിരായിട്ടാണ്. അതുപോലെ അവർ മറ്റൊരു കാര്യം ഇപ്പം പറഞ്ഞിരിക്കുന്നു, ഭാഷയുടെ കാര്യത്തിലെ നിയന്ത്രണം. ഭാഷയെ നല്ലതായിട്ട് നിയന്ത്രിച്ച് സംസാരിക്കാൻ രാഹുൽ ഈശ്വറിന് അറിയാം. പക്ഷേ സ്ത്രീകളുടെ വസ്ത്രധാരണത്തെപ്പറ്റി പറയുമ്പം അദ്ദേഹത്തിൻ്റെ ആ ന്യായീകരണം ഒന്നും കാണുന്നില്ല, ആ നിയന്ത്രണം ഒന്നും കാണുന്നില്ല എന്നും അവർ പ്രതികരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് രാഹുൽ ഈശ്വറിനെതിരായിട്ടുള്ള ശക്തമായ നടപടികൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിനകത്ത് BNS 75(1)(4) അതുപോലെ IT ആക്ട് 67 വന്നെങ്കിലും ഇനിയും ചില വകുപ്പുകൾ പോലീസ് ഇതിനകത്ത് കൂടുതലായി ചേർക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അത് BNS 76 79 വരാനുള്ള സാധ്യതയുണ്ട്. അതുതന്നെയല്ല IT ആക്ട് 80 പ്രകാരം പോലീസിന് ഈ യൂട്യൂബേഴ്സിൻ്റെ അവിടെയും അതോടൊപ്പം തന്നെ ഈ ബാഡ് കമൻ്റ് ഇടുന്ന ആൾക്കാരുടെ വീടുകളിലൊക്കെ റെയ്ഡ് ചെയ്യാനുള്ള അവകാശമുണ്ട്. അതുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. കാരണം ഇതുപോലെയുള്ള അസഭ്യമായ ഈ പ്രതികരണങ്ങൾ, വളരെ മ്ലേച്ഛമായ രീതിയിൽ പ്രതികരിക്കുന്നവർ ആ വ്യക്തികളുടെ അത് എത്ര ഉന്നതരായാലും ശരി, അവരുടെ സംസ്കാരവും അവരുടെ മാലിന്യകരമായ മനസ്സും അവരുടെ ഹൃദയവും ഉള്ളവരാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പല ഇതുപോലെയുള്ള പ്രതികരണങ്ങളൊക്കെ നോൺ ബെയിലബിൾ ഒഫൻസാണ് കൂടെ മനസ്സിലാക്കിക്കോണം. ഇപ്പോൾ ഷാജി എന്നൊരാൾ കോടതിയിൽ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയപ്പം അയാൾക്ക് ജാമ്യം കൊടുത്തെങ്കിലും കോടതി തുടർച്ചയായിട്ട് അയാൾ കോടതിയിൽ ഹാജരാകാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ സഭ്യമായ ഭാഷയിൽ തന്നെ ആയിരിക്കണം. വികൃതമായ ഭാഷയിലും മലിനമസമായ ഭാഷയിലോ അതോടൊപ്പം തന്നെ
സ്ത്രീകളെ അവമാനിക്കുന്നതും പെൺകുട്ടികളെ അവമാനിക്കും സ്ത്രീത്വത്തെ അവമാനിക്കുന്ന രീതിയിലുള്ള വാർത്തകളും കമൻറ്റുകളും ഒക്കെ ഇടുന്നത് വളരെ സൂക്ഷിച്ചു വേണം എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും ഈ ഒരു കേസിന് എനിക്ക് തോന്നുന്നില്ല ബോച്ചയ്ക്ക് അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം കൊടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അദ്ദേഹത്തിനെ റിമാൻഡ് ചെയ്ത് ശേഷം അദ്ദേഹത്തിന് 2-3 ദിവസം പോലീസ് കസ്റ്റഡി വാങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം അദ്ദേഹം പറഞ്ഞ ചില ദ്വയാർത്ഥ പ്രയോഗങ്ങൾ അവസരോചിതമായിരുന്നില്ല. കാരണം ഹണി റോസ് പല സ്ഥലങ്ങളിലും ഉദ്ഘാടനത്തിനൊക്കെ പോകുമ്പം അവിടെ ആൾക്കൂട്ടം ഉണ്ടാകുന്ന ചെറുപ്പക്കാർ കൂടുന്നു, ക്യാമറയുമായിട്ടും അതുപോലെ തന്നെ മൊബൈൽ ഫോണുമായിട്ട് ധാരാളം പേരുകൾ വന്നിട്ട് അവരുടെ ചില പ്രത്യേക ശരീരഭാഗങ്ങൾ മാത്രം അവർ എടുക്കുകയും അത് പ്രൊജക്റ്റ് ചെയ്ത് യൂട്യൂബിലും മറ്റേതും കാണിക്കുന്നത് തീർച്ചയായിട്ടും അതൊക്കെ അങ്ങനെയുള്ള ആൾക്കാർക്ക് വികലമായ മനസ്സുണ്ടെന്നേ പറയാനൊക്കുള്ളൂ. അത് വളരെ സൂക്ഷിക്കുക. അങ്ങനെയുള്ള ആൾക്കാർ അതിനകത്തൊക്കെ തീർച്ചയായിട്ടും IT ആക്ടിനകത്തും BNSലും കൃത്യമായ വാക്കുകൾ അതിനകത്ത് പറയുന്നുണ്ട്. അവർ ലാസ്റ്റിവിയസ് ബിഹേവിയർ എന്നതിന് പറയുന്നത്. അത് സൂക്ഷിക്കുക. കാരണം ആഭാസകരമായ കാമാതുരമായ ചില വാക്കുകളാണ് അത്. അതിന് ലാസ്റ്റിവിയസ് എന്ന് തന്നെയാണ് IT ആക്ടിനകത്ത് അത് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള വാക്കുകളുടെ പ്രയോഗം മലയാളത്തിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴാണ് കാമാസക്തമായ ലിവിഡ്നെസ് എന്നൊക്കെ പറയും, വിഷയാലംബടൻ എന്നൊക്കെ മലയാളത്തിൽ പറയാം. അതുപോലെ തന്നെ കാമാതുരമായ ചലനം അതും പറയാം. കാരണം ഇയാളുടെ ചില നീക്കങ്ങളും ചലനങ്ങളും ഒക്കെ അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഈ ബോഷയുടെ. കഴിഞ്ഞ ദിവസം ഒരു ഉദ്ഘാടനത്തിന് അവർ ചെന്നപ്പം അവരുടെ കഴുത്തിലണിഞ്ഞിരുന്നിരുന്ന മാല ചൂണ്ടി അദ്ദേഹം എന്തോ പറയുന്നുണ്ട്. കാരണം അതിനുശേഷം ആ കഴുത്തിൻ്റെ പിൻവശത്തും അതിൻ്റെ ചില ലോക്കറ്റുകളുണ്ട്, അവിടെയും കൂടെ ക്ലോസപ്പ് കാണിക്കണം എന്നൊക്കെയുള്ള രീതിയിലൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും അതൊക്കെ ഒരു വികലമായ മനസ്സുള്ള ആളാണ്. നമ്മൾ വിചാരിക്കും അയാൾ മാനമായിട്ട് പറയുന്നല്ല, അതിനൊക്കെ ദ്വയാർത്ഥങ്ങളുണ്ട്, ആ സംസാരത്തിനുണ്ട്. അങ്ങനെയുള്ള ഭാഗങ്ങളെ ചൂണ്ടി ഇയാൾ സംസാരിക്കുന്നതും കൊള്ളില്ല. അതൊക്കെ ഒരു രോഗാവസ്ഥയിലുള്ള ആളായിട്ടാണ് എനിക്കതിനെ കാണാൻ കഴിയുള്ളൂ. നമുക്ക് അങ്ങനെയല്ല. എല്ലാ സ്ത്രീകളും പുരുഷന്മാരും പരസ്പരം ബഹുമാനിച്ച് വേണം സംസാരിക്കാനും പ്രവർത്തിക്കാനും. അല്പസ്വല്പം വസ്ത്രധാരണത്തിലെ സ്ത്രീകൾ ചിലപ്പം കുറച്ചുകൂടെ നമുക്ക് പലർക്കും ദഹിക്കാത്ത രീതിയിലൊക്കെ വന്നെന്ന് വരും. അപ്പോൾ അത് അവരുടെ സ്വാതന്ത്ര്യമാണ്, വ്യക്തികളുടെ സ്വാതന്ത്ര്യമാണ്. ഭരണഘടന അനുസരിച്ചുള്ള കോൺസ്റ്റിറ്റ്യൂഷനിൽ അവരുടെ റൈറ്റാണ്. എങ്ങനെ വസ്ത്രധാരണം ചെയ്യണം, ഏത് മതത്തിൽ അവർ പ്രവർത്തിക്കണം, ഏത് രാഷ്ട്രീയ അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ അധികം ഇൻ്റർഫിയർ ചെയ്യാൻ പാടില്ല. തീർച്ചയായിട്ടും അവർ ഇങ്ങനെയുള്ള വസ്ത്രധാരണ രീതികൾ യൂറോപ്പിലും ലോകം മുഴുവനും ഇപ്പം വളരെയധികം പ്രചാരം സിദ്ധിച്ചിരിക്കുന്നത് നമ്മൾക്ക് കാണാം. അതേസമയത്ത് ഇന്ത്യയിലും അത് എല്ലാ സ്ഥലത്തും ഫാഷൻ വേൾഡിലൊക്കെ നമ്മളത് കാണുന്നുണ്ട്. അതുപോലെ അത് കുറേയൊക്കെ പകർത്തുന്നുണ്ട് സ്കൂളും കോളേജും വിദ്യാർത്ഥിനികളും ചെറുപ്പക്കാരായ സ്ത്രീകളും ഒക്കെ. സൗന്ദര്യ മത്സരങ്ങളൊക്കെ ധാരാളം ഇവിടെ കേരളത്തിൽ വരെ ഇപ്പം പല സ്ഥലത്തും നടത്തുന്നുമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വസ്ത്രധാരണ രീതികളൊക്കെ അതിനകത്ത് കുറേയൊക്കെ അനുവദനീയമാണ്. അത് അവരുടെ സൗന്ദര്യമുള്ള ആളാണോ ഇല്ലയോ എന്ന് നിശ്ചയിക്കുന്നതൊക്കെ അങ്ങനെയൊക്കെയുള്ള ചില പ്രദർശനം നടത്തുമ്പോഴൊക്കെ തന്നെയാണ്. പക്ഷേ അതിനെ സംബന്ധിച്ച് സ്ത്രീകളെ അവരെ അവമാനിച്ചുകൊണ്ടോ അല്ലെങ്കിൽ സ്ത്രീകളുടെ മാതൃത്വത്തെ തന്നെ അവമാനിക്കുന്ന രീതിയിലൊന്നും നമ്മൾ പ്രതികരിക്കേണ്ട. അത് കാണാൻ ഇഷ്ടമില്ലാത്തവർ അവിടെ പോകണ്ടെന്ന് വെക്കാനേ പറ്റുള്ളൂ. കാരണം ഇങ്ങനെയുള്ള ചില പ്രദർശനങ്ങൾ, അങ്ങനെയുള്ള ചില മത്സരങ്ങളൊക്കെ സമൂഹത്തിലും ലോകത്ത് മുഴുവൻ സജീവമായതുകൊണ്ട് ആ രീതിയിൽ വസ്ത്രധാരണം ചെയ്ത് നമുക്ക് തെറ്റ് പറയാനും പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും വളരെ സൂക്ഷിക്കുക ചെറുപ്പക്കാർ. അല്ലെങ്കിൽ ഇതുപോലെയുള്ള കമൻ്റ് ഇടുന്നത് ചിലപ്പം ചില കേസുകളിലേക്ക് പോകും. ധൈര്യമുള്ളവരതിന് കേസ് കൊടുക്കും, പ്രതികരിക്കും. അത് നിയമപരമായി തെറ്റാണെന്ന് നമ്മൾ മനസ്സിലാക്കണം.